ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ലാബ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നോക്കാം. അപ്പോൾ 17 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. അപ്പോൾ അതെല്ലാവരും പഠിച്ചു കാണുമല്ലോ. അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇന്ന് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന SCERT പാഠഭാഗവും കൂടെ ഉൾപ്പെടുത്തിയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 18 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ന്യൂഡൽഹി. അപ്പോൾ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. 2025 കറണ്ട് അഫയേഴ്സ് നോക്കാം. ജൂൺ 2 174 സമാധി ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ. ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം നൊമാഡിക് എലിഫന്റ് 2025. ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് നൊമാഡിക് എലിഫന്റ് 2025. 2025 IPL ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതി കാവൽ. 2025 ജൂണിൽ ഇന്ത്യ സന്ദർശിച്ച പരാഗ്വേ പ്രസിഡന്റ് സാന്റിയാഗോ പെന പലാസിയോസ്. 19 എന്താണ് ക്യൂണിക്കൾച്ചർ? ആൻസർ ഓപ്ഷൻ ബി, മുയൽ വളർത്തൽ. മുയൽ വളർത്തലിന് പറയുന്ന പേരാണ് ക്യൂണിക്കൾച്ചർ. അപ്പം നമുക്ക് ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നോക്കാം. പിസിക്കൾച്ചർ മത്സ്യകൃഷി, എപ്പിക്കൾച്ചർ തേനീച്ച കൃഷി, മോറിക്കൾച്ചർ മൾബറി കൃഷി, പക്ഷി വളർത്തൽ അല്ലെങ്കിൽ കാട വളർത്തൽ അല്ലെങ്കിൽ കോഴി വളർത്തൽ, ഇതിനെല്ലാം കൂടെ പറയുന്നതാണ് പൗൾട്രി ഫാമിംഗ്. മഷ്റൂം കൾച്ചർ കൂൺ കൃഷി, വിറ്റിക്കൾച്ചർ മുന്തിരി കൃഷി, വെർമി കൾച്ചർ മണ്ണിര കൃഷി, സെറികൾച്ചർ പട്ടുനൂൽ കൃഷി, സിൽവി കൾച്ചർ വനവിഭവങ്ങൾ വനസസ്യങ്ങൾ എന്നിവയുടെ സംരക്ഷണം, ഒലേറി കൾച്ചർ പച്ചക്കറി വളർത്തൽ, ഫ്ലോറികൾച്ചർ അലങ്കാര സസ്യ വളർത്തൽ. 20 റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, കോശകേന്ദ്രം കണ്ടെത്തി. ഇനി അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നോക്കാം. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ആരാണ്? തിയോഡോർ ഷ്വാനാണ്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാരാണ്? തിയോഡോർ ഷ്വാൻ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാരാണ്? റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്കാണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. ഇനി SCERT ടെക്സ്റ്റ് ബുക്കിൽ കോശത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. കോശത്തെ കണ്ടെത്തുന്നു. ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. റോബർട്ട് ഹുക്ക്. കോർക്കിന്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ അദ്ദേഹം സെൽ എന്ന് വിശേഷിപ്പിച്ചു. സെൽ എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ എന്താണ്? കോർക്കിന്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ അദ്ദേഹം എന്താണ് വിശേഷിപ്പിച്ചത്? സെൽ എന്ന് വിശേഷിപ്പിച്ചു. ഇന്ന് സത്വരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ബൃഹത്തായ ശാസ്ത്രശാഖയാണ് കോശപഠനം. ഇത് കോശവിജ്ഞാനീയം അഥവാ സെൽ ബയോളജി എന്ന് അറിയപ്പെടുന്നു. കോശവിജ്ഞാനീയത്തിന് അടിത്തറ പാകിയ ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ നടന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകങ്ങളിലാണ്. അപ്പോൾ ആരൊക്കെയാണ് കോശവിജ്ഞാനീയ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ? റോബർട്ട് ബ്രൗൺ 1831, MJ സ്ലീഡൻ 1838, തിയോഡോർ ഷാൻ 1839, റുഡോൾഫ് വിർഷോ 1858. കോശ സിദ്ധാന്തം വിവിധ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകളുടെ സാരാംശം ഉൾച്ചേർത്തുകൊണ്ട് MJ സ്ലീഡനും തിയോഡോർ ഷ്വാനും ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം. അപ്പോൾ കോശ സിദ്ധാന്തം ആരൊക്കെ ചേർന്നാണ് രൂപപ്പെടുത്തിയത്? MJ സ്ലീഡനും
തിയോഡർ ഷ്വാനും. കോശ സിദ്ധാന്തം. രണ്ട് മുഖ്യ ആശയങ്ങളാണ് കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. കോശങ്ങളുടെ ജീവധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. അപ്പോൾ കോശത്തിലെ ജീവധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. ഈ ധർമ്മങ്ങളെല്ലാം നിറവേറ്റാൻ തക്കവണ്ണം സങ്കീർണമാണ് കോശത്തിൻ്റെ ഘടന. ഓരോ ജീവധർമ്മവും നിറവേറ്റുന്നതിനായി കോശത്തിനുള്ളിൽ പ്രത്യേകം ഭാഗങ്ങളുണ്ട്. സസ്യകോശങ്ങളിലെ വിവിധ ഭാഗങ്ങൾ. അപ്പോൾ ഇതാണ് സസ്യകോശം. അതിനകത്തെ വിവിധ ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജീവദ്രവ്യവും കോശദ്രവ്യവും. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നു. അപ്പോൾ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് എന്താണ് പറയുന്നത്? ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. അപ്പോൾ ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ, സെൽ ഓർഗനലിസ്. എന്താണ് പറയുന്നത്? ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗനലിസ്. മൈറ്റോകോൺട്രിയോൺ. കോശത്തിലെ ഊർജ നിലയം. ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. ഊർജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരെന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശ അസ്ഥികൂടം എന്നും അറിയപ്പെടുന്നു. കോശ അസ്ഥികൂടം എന്നറിയപ്പെടുന്നത് ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോം. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു. ഫേനം അഥവാ വാക്യൂൾ. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. ഗോൾജി കോംപ്ലക്സ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മ രസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സ്തരസഞ്ചികളിലാക്കുന്നു. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. 21. എന്താണ് പിനങ്ക സബ്റ്റെറേനിയ? ആൻസർ ഓപ്ഷൻ എ, ഒരു അപൂർവ ഇനം ഈന്തപ്പന. പിന്നെ നമുക്ക് നേരത്തെ മത്സര പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ശാസ്ത്രീയ നാമങ്ങൾ നോക്കാം. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്ക, നായ കാനിസ് ഫെമിലിയാരിസ്, മാങ്ങ മാഞ്ചിഫെറ ഇൻഡിക്ക, കണിക്കൊന്ന കാഷിയ ഫിസ്റ്റുല, കരിമീൻ എട്രോപ്ലസ് സുരാറ്റെൻസിസ്. 22. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ. ആൻസർ ഓപ്ഷൻ ബി, ഗ്ലോബുലിൻ. പിന്നെ നമുക്ക് രക്തത്തിനെ കുറിച്ച് പാഠഭാഗത്ത് പറയുന്നത് എന്താണെന്ന് നോക്കാം. രക്തത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? പ്ലാസ്മയും രക്തകോശങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത്. രക്തത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? പ്ലാസ്മ, രക്തകോശങ്ങൾ. പ്ലാസ്മ എത്ര ശതമാനമാണുള്ളത്? 55% പ്ലാസ്മയാണ് രക്തത്തിൽ അടങ്ങിയിരിക്കുന്നത്. 45% രക്തകോശങ്ങളും രക്തത്തിൽ അടങ്ങിയിട്ടുണ്ട്. പ്ലാസ്മയിൽ എന്തെല്ലാമാണുള്ളത്? ജലം, പ്രോട്ടീനുകൾ. ഏതൊക്കെയാണ് പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകൾ? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ തുടങ്ങിയ 3 പ്രോട്ടീനുകളാണ് പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്നത്. പിന്നെ മറ്റു ഘടകങ്ങളുമുണ്ട്. രക്തകോശങ്ങളിൽ എന്തൊക്കെയാണുള്ളത്? ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്.
പ്ലേറ്റ്ലെറ്റ് എന്തിനെ സഹായിക്കുന്നു? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? പ്ലേറ്റ്ലെറ്റ്. ഇപ്പം രക്തത്തിൽ പ്ലാസ്മയുണ്ട്, രക്തകോശങ്ങളുണ്ട്. പ്ലാസ്മയിൽ ജലം, പ്രോട്ടീനുകൾ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, പിന്നെ മറ്റു ഘടകങ്ങൾ. രക്തകോശങ്ങളിലോ ചുവന്ന രക്താണുക്കൾ, ചുവന്ന രക്തകോശങ്ങൾ, വെളുത്ത രക്തകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. ടിഷ്യൂ ദ്രവം. ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്നു. ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം. കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. ലിംഫ്. ടിഷ്യൂ ദ്രവത്തിൻ്റെ ഒരു ഭാഗം ലിംഫ് ലോമികകളിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് ലിംഫ്. ലിംഫിലൂടെയാണ് കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും സംവഹനം ചെയ്യപ്പെടുന്നത്. ലിംഫ് വ്യവസ്ഥ. ലിംഫ് വാഹികൾ, ലിംഫ് നോഡുകൾ, സ്പ്ലീൻ, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നതാണ് ലിംഫ് വ്യവസ്ഥ. ലിംഫിൽ ചുവന്ന രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്തു വച്ചേക്കുക. 23. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, മീസിൽസ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. രോഗങ്ങളും രോഗകാരികളും. പ്രോട്ടോസോവൻ രോഗങ്ങൾ: മലമ്പനി, പ്ലാസ്മോഡിയം, വൈവാക്സ്, മലേറിയ, ഫാൽസിപാരം. അമീബിയാസിസ്, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. വൈറസ് രോഗങ്ങൾ: റുബെല്ല വൈറസ്, വസൂരി, വെരിയോള വൈറസ്, പോളിയോ മലൈറ്റസ്, പോളിയോ വൈറസ്, ചിക്കൻ ബോക്സ്, വെരിസെല്ല സോസ്റ്റർ, പേവിഷബാധ, റേബീസ് വൈറസ്, ജെനിറ്റൽ ഹെർപ്പിസ്, ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 2, പകർച്ചപ്പനി, ഇൻഫ്ലുവൻസ വൈറസ്, അഞ്ചാം പനി, മീസിൽസ് വൈറസ്, റൂബിയോള വൈറസ്, മുണ്ടിനീര്, മംസ് വൈറസ്. ബാക്ടീരിയ രോഗങ്ങൾ: ക്ഷയം, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, കുഷ്ഠം, മൈക്കോബാക്ടീരിയം ലെപ്രെ, ഡിഫ്തീരിയ, കോറിൻ ബാക്ടീരിയം ഡിഫ്തീരിയ, കോളറ, വിബ്രിയോ കോളറ, ടെറ്റനസ്, ക്ലോസ്ട്രിഡിയ ടെറ്റനൈ, സിഫിലിസ്, ട്രിപ്പണിമ പാല്ലിഡം, ഗൊണറിയ, നൈസീറിയ ഗൊണറിയെ, കാമിഡിയാസിസ്, ക്ലാമിഡിയ ട്രക്കോമാറ്റിസ്. ഇനി നമുക്ക് രോഗങ്ങളെയും രോഗകാരികളെയും കുറിച്ച് SCERT ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണ്. ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിവിഭജനത്തിലൂടെ പെരുകുന്നു. അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ അഥവാ വിഷവസ്തുക്കൾ കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറയാണ്. എലികളുടെയും നായ്ക്കളുടെയും മറ്റ് ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും. ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇവ രക്തലോമികകളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. ശക്തമായ പനി, തലവേദന, പേശിവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവ മുഖ്യ ലക്ഷണങ്ങളാണ്. തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചാൽ പരിപൂർണമായും ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് എലിപ്പനി. ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്ന തിരിച്ചറിവ് രോഗവ്യാപനം തടയുന്നതിന് അത്യാവശ്യമാണ്. മറ്റു ചില ബാക്ടീരിയ രോഗങ്ങൾ: ഡിഫ്തീരിയ, ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള്. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്തരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ. കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് രോഗകാരി. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവ ഉണ്ടാക്കുന്നു. ടോക്സിനുകളാൽ നശിപ്പിക്കപ്പെട്ട ശ്ലേഷ്മ ആവരണത്തിലെ കോശങ്ങൾ 2-3 ദിവസങ്ങൾക്കകം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരാവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു.
ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവ തകരാറിലാക്കുന്നു. ടോക്സിനുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ആൻറ്റി ടോക്സിനുകൾ ബാധയേൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. എന്നാൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ മരുന്നുപയോഗിച്ച് രോഗിയെ രക്ഷിക്കാനാവില്ല. അതിനാൽ ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗം വാക്സിൻ സ്വീകരിക്കുക എന്നതാണ്. ക്ഷയം മുൻകാലങ്ങളിൽ വ്യാപകമായ ഭീതി പടർത്തിയിരുന്ന രോഗമായിരുന്നു ക്ഷയം. രോഗകാരി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മുഖ്യ ലക്ഷണങ്ങൾ: ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ. രോഗപകർച്ച: രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കും. രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ: ശ്വാസകോശങ്ങളെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുക. എന്നാൽ വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയും ഈ രോഗം ബാധിക്കാറുണ്ട്. ചികിത്സ: ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ. വാക്സിൻ: ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് BCG. വൈറസ് രോഗങ്ങൾ. കേരളം അടുത്ത കാലത്ത് നേരിട്ട ഏറ്റവും മാരകമായ രോഗമായിരുന്നു നിപ. ഇത് ഒരു വൈറസ് രോഗമാണ്. വൈറസ് പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസിന്. സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിലില്ല. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. മനുഷ്യരെ മാത്രമല്ല, സസ്യങ്ങളെയും മറ്റ് ജന്തുക്കളെയും ബാക്ടീരിയ പോലെയുള്ള സൂക്ഷ്മജീവികളെയും വൈറസുകൾ ബാധിക്കാറുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്നത് നിപ വൈറസ് പകരുന്ന രീതിയാണ്. നിപ വൈറസ് വാഹകരായ പഴം ഭക്ഷിക്കുന്ന വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ കഴിക്കുന്നു. അത് മനുഷ്യരിലേക്ക് എത്തുന്നു. വവ്വാലിൻ്റെ ഉമിനീര്, മൂത്രം തുടങ്ങിയവയിലൂടെ ഈ വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നു. എയ്ഡ്സ്. ലോകത്തെ ഭീതിയിലാഴ്ത്തിയ രോഗമാണ് എയ്ഡ്സ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ വൈറസ് പെരുകുന്നു. HIV വൈറസ്, അതായത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. തന്മൂലം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗങ്ങളാണ് എയ്ഡ്സ് എന്ന അവസ്ഥയെ മാരകമാക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ്. ഒരു കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് രോഗമുണ്ടാകുന്നു. കരളിനുണ്ടാകുന്ന വീക്കമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൻ്റെ പ്രവാഹം തടയപ്പെടുന്നതുവഴി പിത്തരസത്തിലെ ബിലിറുബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് രക്തത്തിൽ കൂടും. ഇത് ശ്ലേഷ്മസ്തരത്തിലും കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലും നൽകുന്ന കടും മഞ്ഞ നിറമാണ് രോഗത്തിൻ്റെ ബാഹ്യലക്ഷണം. മലിനമായ ആഹാരം, ജലം, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെ രോഗം വ്യാപിക്കുന്നു. HIV പകരുന്ന അതേ സാഹചര്യങ്ങളിലൂടെ ചിലയിനം ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളും പകരും. വൈറസ് മൂലമല്ലാതെയും ഹെപ്പറ്റൈറ്റിസ് രോഗമുണ്ടാകാം. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയും വൈറസ് രോഗങ്ങളാണ്. കൊതുകുകൾ വഴിയാണ് ഈ രോഗങ്ങൾ പകരുന്നത്. താരൻ. മൃതകോശങ്ങൾ പൊഴിയുന്നതിനനുസരിച്ച് ത്വക്കിലെ കോശങ്ങൾ തുടർച്ചയായി പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പൊഴിയുന്നതിനേക്കാൾ വേഗത്തിൽ കോശങ്ങൾ വിഭജിച്ചാൽ അവ ശൽക്കങ്ങളായി മാറും. ഈ അവസ്ഥയാണ് താരൻ. ഈ സന്ദർഭത്തിൽ ത്വക്കിനെ ബാധിക്കുന്ന ചിലയിനം ഫംഗസുകൾ അസഹ്യമായ ചൊറിച്ചിലും അണുബാധയും ഉണ്ടാക്കാം. ശൽക്കങ്ങൾ വെളുത്ത പൊടിയായി ഇളകി വീഴാനും മുടി കൊഴിച്ചിലിനും കാരണമായേക്കാം. ഇനി ഫംഗസ് രോഗങ്ങൾ. പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ. ചില ഫംഗസുകൾ രോഗകാരികളായി പ്രവർത്തിക്കുന്നു. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗത്തിന് കാരണം. ചിലയിനം ഫംഗസുകൾ ത്വക്കിലുണ്ടാക്കുന്ന രോഗമാണ് വട്ടച്ചൊറി അഥവാ റിംഗ് വേം. വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളായാണ് രോഗം പ്രത്യക്ഷമാകുന്നത്. സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നത്. കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസ് ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ്സ് ഫുഡ്.
ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് മുഖ്യ രോഗലക്ഷണം. മലിനജലവും മണ്ണുമായുള്ള സമ്പർക്കം വഴി കാൽ വിരലുകൾക്കിടയിലൂടെയാണ് രോഗാണുക്കൾ പ്രവേശിക്കുന്നത്. പ്രോട്ടോസോവ രോഗങ്ങൾ. ഏകകോശ യൂകാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമാണ് മലമ്പനി. മലമ്പനി രോഗബാധ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിരിക്കുന്നു. രോഗകാരി പ്ലാസ്മോഡിയം, വാഹകർ അനോഫിലസ് പെൺകൊതുക്, ആതിഥേയജീവി മനുഷ്യൻ. അതിൻ്റെ ലക്ഷണങ്ങൾ വിറയലോടുകൂടിയ പനി, അമിത വിയർപ്പ് എന്നിവയാണ് മലമ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ. അനുബന്ധമായി തലവേദന, ഛർദി, വയറിളക്കം, വിളർച്ച എന്നിവയും ഉണ്ടാകാം. വിരകളും രോഗകാരികൾ. ഫൈലേറിയൽ വിരകൾ ഉണ്ടാക്കുന്ന മന്തുരോഗം ക്യൂലിക്സ് കൊതുകുകളിലൂടെയാണ് പകരുന്നത്. ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിന്റെ പ്രവാഹം തടയപ്പെടുന്നു. ഇതുമൂലം ലിംഫ് വാഹികൾ വീങ്ങുന്നു. മലിനമാക്കുന്ന പരിസരം രോഗകാരികളുടെ പെരുകൽ കേന്ദ്രമാണ്. കൊതുക്, ഈച്ച പോലെയുള്ള വാഹകരും പെരുകുന്നതോടെ സാംക്രമിക രോഗങ്ങൾ നിയന്ത്രണാതീതമാകുന്ന അവസ്ഥയുണ്ടാകുന്നു. സാംക്രമിക രോഗങ്ങൾ തടയണമെങ്കിൽ രോഗകാരികളും വാഹകരും പെരുകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിയേ തീരും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.